പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും നാളെയും കാണാൻ പോകുന്നത് 2 പ്രത്യേക സബ്ജക്റ്റുകളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട 2 സബ്ജക്റ്റ്. വിശ്വാസ ജീവിതം. ഒന്ന് നേരത്തെ പണ്ടതിനെക്കുറിച്ച് അതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട്. റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനർനിർണയം.
അതായത് ചില സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ദൈവം വിശ്വാസ ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് ദൈവമായിട്ട് കണക്റ്റഡ് ആണ്, പക്ഷെ അത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജിത കൃപയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ വിശ്വാസം നമുക്ക് നൽകുന്ന സാധ്യതകൾ ഒന്നാണ് കൂദാശ ജീവിതം. കൂദാശ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ പരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. അത് ഒരു ദൈവ ജീവിത വിളിക്ക് അനിപേക്ഷണീയമായിട്ടുള്ള വിവാഹം, തിരുപ്പട്ടം മുതലായിട്ടുള്ള ഓരോരോ കൂദാശകളുണ്ട്. അപ്പം അത് ആ ജീവിത വിളിക്ക് അനിപേക്ഷണീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കൂദാശകൾ നമുക്ക് നൽകുന്നത്. പിന്നെ ഡേ ടു ഡേ ലൈഫും അതുപോലെ തന്നെ ഇറ്റേണൽ ലൈഫും. ഡേ ടു ഡേ ലൈഫിനും ഇറ്റേണൽ ലൈഫിനും നമുക്ക് ദൈവത്തിൻ്റെ പവർ അല്ലെങ്കിൽ പ്രസാദവരം ആവശ്യമാണ്. അപ്പം അത് പലപ്പോഴും വരണത് ആർജിത കൃപയാണ്. ആർജിത കൃപ ഈശോമിശ നേടിയ കൃപയിൽ ഈശോമിശ നേടിയ കൃപ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയെന്ന് നമ്മൾ ഉടമ്പടി പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായെന്നൊക്കെ പറയുന്നത്. കൃപാവരങ്ങളുടെ ഏക മധ്യസ്ഥൻ ഈശോ എന്നുള്ള ആശയത്തിൽ പക്ഷെ കൃപ ചാനൽ ഔട്ട് ചെയ്ത് വരുമ്പോൾ ആ തടാകം, കൃപയുടെ തടാകത്വമാകുന്ന യേശു ക്രിസ്തു എന്ന് വലിയ പുഴയായി വരുന്ന ഏറ്റവും വലിയ പുഴ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരിയൻ ജീവിത രീതി, അതായത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലെ തന്നെക്കാൾ പവർഫുള്ളാണ് മരിയൻ ജീവിത രീതി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ്. വചനം നമ്മൾക്ക് കൈമാറി തന്നവർ പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക അനുസരിച്ചുള്ളതാണ്. പക്ഷേ മരിയൻ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ച ആളാണ് മറിയം. മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി, തെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി, കുരിശൻ്റെ ചുവടുവരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തിയെടുത്തായിരുന്നു. അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ജീവിത രീതിയാണ്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ. വചനത്തിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനെ കുറിച്ച് അപ്പോസ്റ്റൽ സ്പിരിച്വാലിറ്റി പറയുന്നതിനേക്കാളും വളരെ തീവ്രമായിട്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി പറയണത്. ബൈബിളിൽ നമുക്ക് രണ്ട് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ഒന്ന് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി, രണ്ടാമത്തത് മരിയൻ സ്പിരിച്വാലിറ്റി. പക്ഷേ അപ്പോസ്റ്റൽ സ്പിരിച്വാലിറ്റിക്ക് മുമ്പുള്ളതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. പിന്നെ എന്താണ്? ബി ടു ഡൺ ടു മീ. അത് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തി പേഴ്സൺ ആസച്ച് പേഴ്സൺ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ ദൗത്യം, മിഷൻ, എല്ലാ വചനവും മിഷനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആദ്യം മിഷണറി എന്ന രീതിയിൽ പുതിയ നിയമത്തിലെ ആദ്യം മിഷണറി എന്ന് പറഞ്ഞാൽ ആരാണ്? മേരി. അപ്പം ആ മേരി അതെങ്ങനെ മിഷണറി ആയത്? മംഗളവാർത്തയിൽ കൊടുത്ത റെസ്പോൺസാണ് ഫിയാത്ത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ വചനം എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്രമമാണ് സമർപ്പണം. അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പം കർത്താവിനാണ് സമർപ്പിക്കുന്നതായിരിക്കുന്നത്. കർത്താവിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴേ. വചനം മാത്രമല്ല, സഭയിലാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സോഴ്സുണ്ട്, ദൈവിക വെളിപാടിൻ്റെ. അതെന്താണ്? അത് ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. അത് സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്. സുവിശേഷം
ഒരു ഫസ്റ്റ് തെസ്സലോനിക്ക ലേഖനങ്ങളൊക്കെ എഴുതുന്നതാണ് ആദ്യത്തെ പുസ്തകങ്ങൾ റിട്ടൺ ട്രഡീഷനിൽ വരണത്. ഫസ്റ്റ് തെസ്സലോനിക്കയാണ്. അപ്പോൾ അതിന് മുമ്പ് ട്രഡീഷനുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന പരിശുദ്ധ കുർബാനയെല്ലാം ട്രഡീഷണലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പരിശുദ്ധ കുർബാനയും അതിനോട് വന്ന ജ്ഞാനസ്ഥാനങ്ങളും ഒക്കെ ട്രഡീഷണലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, പാരമ്പര്യമായിട്ട്. അതിനുശേഷമാണ് അത് റിട്ടേൺ ആയത്. മനസ്സിലായി? അതുകൊണ്ടാണ് സഭയുടെ ട്രഡീഷൻസ് നമുക്ക് ഹോളി ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം ആ ദൈവികമായ പദ്ധതികളെല്ലാം ആദ്യം നമുക്ക് തന്നത് പാരമ്പര്യം അനുസരിച്ചാണ്. അപ്പം ആ പാരമ്പര്യമൊന്നും ഇല്ലാത്ത സഭാകൂട്ടങ്ങൾ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ പാരമ്പര്യങ്ങളോ ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടാകത്തില്ല. അവർ പക്ഷെ അതിനെ നിഷേധിക്കും. അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഇങ്ങനെ മാതാവാണ് ഫസ്റ്റ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നതും ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതാവിൻ്റെ വിശ്വാസ ജീവിതത്തിൽ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഡാർക്ക് ഏജസ് വന്നിട്ടുണ്ട്. ഡാർക്ക് ഏജ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം വരും. പക്ഷെ ഡാർക്ക് ഏജ് വന്നാലും അമ്മ മുന്നോട്ട് പോകും. ഡാർക്ക് ടൈം ഉണ്ടാകും. അപ്പം ഇതിനാണ് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല, എന്താണ് റീവാല്യുവേഷൻ ഓഫ് ഫെയ്ത്ത്. ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്, അതായത് ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ പറയുന്ന ആത്മാവിൻ്റെ രാത്രി, അതായത് ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല. പ്രെയർ ചെയ്യാൻ നമുക്ക് പറ്റണില്ല, വചനം വായിക്കാൻ പറ്റണില്ല. അഥവാ 1-2 പേജ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അപ്പം തന്നെ മടക്കി വെക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു എരിവ് തോന്നണില്ല, തീക്ഷ്ണം തോന്നണില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ അവന് കുർബാന പള്ളിയിൽ പോകാനോ ഒന്നും മടുപ്പ് തോന്നുക. കാര്യം ദൈവത്തെ തന്നെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവും അത്. അതിനാണ് ഡാർക്ക് ഏജ് എന്ന് വെച്ച് ഫെയ്ത്ത്. ജോൺ ഓഫ് ദി ക്രോസ് അതിന് ആത്മാവിൻ്റെ രാത്രി എന്നാ പറയുന്നത്, കാണാൻ പറ്റാത്ത രാത്രി. പക്ഷേ ഈ സംഭവം, ഈ കാലം ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ രാത്രി അല്ല. അത് ആത്മാവിൻ്റെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ ടൈം. റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കാലങ്ങളിലെല്ലാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ വന്നിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകളിൽ എടുത്ത നിലപാടുകളെ ഓർത്ത് നമുക്ക് അനുതാപം ഉണ്ടാകണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം, റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണ് ഉണ്ടായത്. അതിനാണ് അത് ആ ദൈവം തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠാകുലരായിരിക്കുന്നു. 5000 പേരെ തീറ്റിപ്പോറ്റിയ 5 അപ്പത്തെ കുറിച്ച് 7000 പേരെ തീറ്റിപ്പോറ്റിയ 4 അപ്പത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാ വിഷയം. അത് വെച്ചാൽ ഈ ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം സമൃദ്ധമായ ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളതെന്ന വിഷയം. അതാ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. അതായത് സുവിശേഷം 16:8 യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുവോ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 16:9 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതാണ് വിഷയം. അപ്പം ഇങ്ങനെ റിവിഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ ഒരു ഡാർക്ക് ഏജ് വന്നാൽ, ബ്ലാക്ക് സ്പോട്ട് ഫെയ്ത്തിൽ വന്നാൽ, ദൈവത്തെ ഫീൽ ചെയ്യുന്നില്ലാത്തൊരു കാലഘട്ടം വന്നാൽ, നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഉടനെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ടൈമിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇത് വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞാൽ ആ 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടയാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ്, ആ ഈശോ തന്നെയാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ളത്.
അത് പറയാൻ കാരണം ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം ഇല്ലേ 28:20 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ. എന്താ വിഷയം? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, വെദർ യു എക്സ്പീരിയൻസ് മീ ഓർ നോട്ട്. മനസ്സിലായി? അപ്പം നമുക്ക് വിശ്വാസം തോന്നിയാലും ഇല്ലെങ്കിലും അത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ബാധിക്കുന്നില്ല. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോഴേ ഇപ്പം നമുക്ക് 0 എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഫെയ്ത്ത് ബ്ലാക്ക് ഔട്ടാണ്, നമുക്കിപ്പോഴ് ഒരു ഡാർക്ക് ഏജ് ആണ് വരണമെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ച ഒരു കാലമുണ്ട്, ദൈവത്തെ അനുഭവിച്ച കാലം. ചിലപ്പോൾ ആദ്യ കുർബാന ആയിരിക്കാം, ആദ്യ കുർബാന കാലമായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷ ജയിച്ച കാലമായിരിക്കാം, അല്ലെങ്കിൽ അപകടം രക്ഷിച്ച കാലമായിരിക്കാം, കുടുംബങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ചങ്കയെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ കേട്ട കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് നമ്മളത് മറന്നു പോണതാണ്. ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല, ഇപ്പോഴേ സങ്കടം കയറിയപ്പോൾ നമ്മൾ പഴയ എക്സ്പീരിയൻസ് എല്ലാം മറന്നു പോകുമ്പോൾ കർത്താവ് തരുന്ന മരുന്ന് എന്താണ്? ഓർമ്മിക്കണില്ലേ? 5000 പേരുടെ 5 അപ്പം, 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എന്നാ. അപ്പം ഓർമ്മിക്കുക, പഴയ കാലങ്ങളെ ദൈവാനുഗ്രഹം ഓർമ്മിപ്പിക്കുക ആണ് ഫെയ്ത്ത് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ആത്മാവിൻ്റെ രാത്രിയിലാണ് നടക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രി, 0 ഗോഡ് എക്സ്പീരിയൻസിൻ്റെ ടൈമിന് അങ്ങനെ വരാം. അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഓർക്കുക, മത്തായിയുടെ 28:20 കാലത്തിൻ്റെ അവസാനം വരെ ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലമായാലും പ്രപഞ്ചത്തിൻ്റെ കാലമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ്, ഒരിക്കലും ഗോഡ് ആബ്സെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ റീകോൾ ചെയ്യുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തിട്ട് നന്ദി പറയുകയാണ്. എല്ലാവരും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോഷ്വ, ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കങ്ങനെ കൃപാസനമൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു വിശ്വാസിയായിരുന്നു, എന്നാൽ എനിക്ക് മാതാവിനോടും വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസനത്തിനോട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഉടമ്പടി എടുക്കുകയും കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അമ്മയും ചേട്ടനും എൻ്റെ വല്യമ്മയും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യം ഇതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രത്യേകം ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 2024 അവിടെ തൊട്ടാണ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തുടങ്ങിയത്. 2024 B2 എക്സാം എനിക്ക് ഒരു ടൈലും കൂടെ കിട്ടാനുണ്ടായിരുന്നു, B2 സ്പീക്കിംഗ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാമിനായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. 45 അധികം ടോപ്പിക്കും പഠിച്ച് എന്ത് വന്നാലും പാസ്സാകുമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് കാണുന്നത് തന്നെ. ഞാൻ ആകപ്പാടെ പേടിച്ച്, അത്രയും നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻറ്റും ഒറ്റ മിനിറ്റിൽ എൻ്റെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിലൊരു കൃപാസനത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൈ പിടിച്ച് ഇരുന്ന് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയ ഓരോ പോയിൻ്റ് ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എക്സാമിനേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ടഫാണ്, അവർ നമ്മളോട് അങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന, അവർ നമ്മളങ്ങനെ ജയിപ്പിച്ച് വിടാൻ ചാൻസ് കുറവാണ്, എല്ലാ പേടിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ അവിടെ കണ്ടത് അവർ വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ കൈ പിടിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് അവിടെ. ഞാൻ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി കഴിഞ്ഞോടെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എക്സാം ഞാൻ എന്തായാലും പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ആ ഒരു 2-3 ദിവസം എനിക്ക് കൃപാസനം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു, നിനക്ക് അപ്പോൾ പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം പിന്നെ സെപ്റ്റംബർ ഇൻടേക്ക്, ആ വർഷം തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവർ ത്രൂ എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാവർക്കും സബ്മിറ്റ് ചെയ്തു. അവർ ത്രൂ ഞാൻ പോകാൻ വേണ്ടി നോക്കി. പക്ഷേ ആ 2 മാസം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ മാർച്ച് ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എന്തായാലും നീ പോകുക, നീ ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനുവരി 2 തീയതി 2025 ഈ വർഷം ജനുവരി 2 തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ആ ജനുവരി മാസം എല്ലാം ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായങ്ങളും ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലായി, ഇവർ വഴി പോകണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുവരെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി, ഞാൻ തന്നെ പോയ ഒരു ഏജൻസി, എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് അവർ വഴി പോകണ്ടെന്നൊരു തോന്നല പെട്ടെന്നൊരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ വന്നു.
ഞാൻ അവരൊരു പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നൽ വന്നു. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആ ഏജൻസി വഴി കയറിപ്പോയ 2 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ടാക്കി വിട്ടെന്ന് അറിഞ്ഞത്. കയറിപ്പോകാഞ്ഞതിൽ 1000 നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഉള്ളത് സെപ്റ്റംബറിൻ്റെയൊക്കെ ഓപ്ഷനാണ്. ഞാൻ സെപ്റ്റംബറിൻ്റെയൊക്കെ ഓപ്ഷനാണ്. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ ഉടമ്പടിയോടുള്ള ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സെപ്റ്റംബറിൻ്റെക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാമിന് പരിചയമുള്ള ഒരാൾ വഴി പോകാൻ തീരുമാനിച്ചു. അവരും എല്ലാം നടത്തി അവസാനമായപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നതിൽ ഡിലേ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. അതുവരെ ഞാൻ അമ്മയോട് കൃപാസനത്തിൽ പോകാം, അല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ വല്ലപ്പോഴും അമ്മ നിർബന്ധിച്ചാൽ മാത്രം കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്, ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല, അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പോൾ അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിനകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു, കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ ആയിട്ട് എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ ബ്ലസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുന്നു ഞാൻ നിന്നോട് പറയുന്നു പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് പോയി. ഞാനും അമ്മയും കൂടെ ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് ആദ്യം മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പണ്ട് എപ്പോഴും ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അതിനപ്പം എൻ്റെ വിസയ്ക്ക് ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു. എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവെ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുമോ, വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ച് ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക, വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു. ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാണെന്നുള്ള ഇതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവായി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ 3 എൻ്റെ ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോകാൻ റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും. എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവാം. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരോടും പറയാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാവരോടും പറയണം, വിളിച്ചു പറയണം. ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ജർമ്മൻ പഠിച്ച് ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ജർമ്മനായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗം എനിക്ക് നടത്തി കിട്ടി. രണ്ടാമത് ഞാൻ എഴുതിയത് എനിക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതി വെച്ച് സ്റ്റാർട്ടപ്പായിരുന്നു. അത് എനിക്ക് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എനിക്ക് സെൽഫായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി ഞാൻ. അതോടെ അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല, വീട്ടുകാരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ പ്രായമുള്ളവർക്കൊന്നും വിശ്വാസമില്ല. പൊതുവേ എനിക്കും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിലൂടെ.
എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്നുണ്ട് ചില ടൈമിലൊക്കെ. അവർക്കും വിശ്വാസമായി. ഓരോരുത്തരോടും ഞാനിങ്ങനെ പറയും, എന്നോട് ഞാൻ കാണുന്നവരോടൊക്കെ പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങളൊന്ന് കൃപാസനത്തിൽ ചെല്ല്, ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. ഇനി ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. എല്ലാവരും റിജക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ഞാനിപ്പോൾ പോവാ, ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ പിന്നെ എനിക്ക് ഈ പത്രമൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം മേടിക്കും, അമ്മയുടെ കൊടുക്കും, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മ എവിടെയെങ്കിലും, അമ്മ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും അല്ല. അമ്മ ഭയങ്കര ഉടമ്പടി വിശ്വാസിയാണ്. അമ്മ ഇവിടെ എന്നോട് വന്നിട്ടുണ്ട്, അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെന്താ, ഞാൻ ഈ രണ്ടാമത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടാ ഇത് നീ തന്നെ ചെയ്, നീ ഇത്രയും നാൾ ഇങ്ങനെ നടന്നു, ഇനി നീ തന്നെ ചെയ്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. പള്ളിയിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്, എനിക്ക് കൃപാസനത്തിനോട് താല്പര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും. ഞങ്ങളുടെ ഇടവകയിലെ യുവദീപ്തി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. 1 മാസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. ഒരു മാസം കൂടുമ്പോൾ ഞാൻ ഒരു മാസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതാണ്. അമ്മമാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നത്. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. ഇത്രയും നാളും എൻ്റെ മുഖത്ത് ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. അതാണ് ഞാൻ ഈ ചിരിച്ചോട്ടൊക്കെ നിൽക്കുന്നത്. ഇത്രയും നാൾ ഞാൻ വിഷമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നു തുടങ്ങിയത്. അമ്മ കാരണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനമാണ്. ചോദിക്കുന്ന ഏവർക്കും കിട്ടും, അന്വേഷിക്കുന്നവർ കണ്ടെത്തും, മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കും. മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമ്മുടേത്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് അത് സാധിച്ചു തരികയും ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പിതാവ് അറിയുന്നു. മകൻ ജോഷ്വ ജോസഫിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. യുവതലമുറയിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം. ഈ മകൻ പറഞ്ഞതുപോലെ ആദ്യമൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. കൃപാസനത്തെപ്പറ്റി കേട്ടു. പല കൊച്ചുമക്കളും കൃപാസനത്തിലേക്ക് കയറി വരുന്നത്, അമ്മയുടെ സന്നിധിയിൽ വരുന്നത് അമ്മ ഫോഴ്സ് ചെയ്തോ പറഞ്ഞോ വലിച്ചോ ഒക്കെ ആയിരിക്കാം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പരിശുദ്ധ അമ്മ കരം പിടിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിയുകയാണ്. ഈ മകൻ ആദ്യമായി വന്നപ്പോൾ അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു. അമ്മയുടെ വിശ്വാസത്തിലും അമ്മ പറഞ്ഞതും പ്രകാരമാണ് വന്നത്. പിന്നീട് ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിനായി പോകുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയായിരുന്നു. പല കാര്യങ്ങൾക്കായി പോയപ്പോഴും ആദ്യമായി വെച്ച നിയോഗത്തിൽ സ്വന്തമായി ഒരു ജോലി സ്റ്റാർട്ടപ്പ് അത് പരിശുദ്ധമ്മ കൊടുത്തു. കുറച്ച് ഭൗതികമായിട്ടായിരുന്നു ആഗ്രഹം സാധിച്ചു. പിന്നീട് ഇതിൽ നിന്ന് കിട്ടിയ ഇൻകം ഉപയോഗിച്ച് ഈ മകൻ പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കേട്ടു ഈ മകൻ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ സമയങ്ങൾ. പല പ്രാവശ്യം ഫെയിലിയർ ആയിരുന്നു. മുന്നോട്ട് പോവും, പിന്നെ പിന്നോട്ട് വലിയും, പിന്നെയും മുന്നോട്ട് പോവും, പിന്നെയും പിന്നോട്ട് വലിയും. പക്ഷേ ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് തന്നെ നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൻ്റെ കാര്യം ഷെയർ ചെയ്തത്. പിന്നീട് പറഞ്ഞത് ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും പോയി. പലയിടത്തും ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പല വഴിയിലും പല രീതികളിലാണ് വന്നത്. അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി വേറൊരു അച്ഛൻ്റെ രീതിയിലാണ് ഈ മകനൊരു ജോലി തയ്യാറായത്. നമ്മൾ കാതോർത്തിരുന്നാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും മാതാവിനും വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തരും. പുത്തൻ വഴികൾ നമ്മൾക്കായി അമ്മ ഒരുക്കി തന്ന വഴികളിലാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു ആശ്വാസത്തിനായിട്ടാണ് നമ്മൾ പലപ്പോഴും കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ആത്മശുദ്ധീകരണത്തിനായും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഒരു നല്ല ജോലി നൽകി മോനെ ജർമ്മനിക്ക് പോവുകയാണ്. ജോഷ്വ ജോസഫിന് കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഇപ്പോൾ കൃപാസനം ഉടമ്പടി ജീവിതത്തിലാണ്. ഈ കുടുംബം മുന്നോട്ടും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഈ മകൻ്റെ നിയോഗങ്ങളെല്ലാം കാര്യം സാധിച്ചു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച്
ഈശോയെ മഹത്വപ്പെടുത്താം. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്നാണ് വരുന്നത്. അവിടെ സെൻറ്റ് ജോർജ് മങ്ങാടാണ് എൻ്റെ ഇടവക. ഞാൻ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2018 തുടങ്ങിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. ആദ്യം ഞാൻ ഹാർഡ് എക്സാം എഴുതി, അത് 2 പ്രാവശ്യം എഴുതിയിട്ടും ഫെയിലായി. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അത് ഞാൻ OET എഴുതി നോക്കി. OET പറഞ്ഞ പോലെ 2 പ്രാവശ്യം എഴുതി, എന്നിട്ട് അതിനും പാസ്സായില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ കോവിഡിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറി ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം ഇതേപോലെ തന്നെ OET എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്ന് ഞാൻ OET എഴുതാൻ പോകുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ എവിടേക്കാണോ പോകേണ്ടത് ആ സ്കോർ മാത്രമേ തരാവുള്ളൂ എന്ന്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ചാഞ്ചാട്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് എവിടേക്കാണോ പോകേണ്ടത് അത് മാത്രമേ തരാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മെറ്റേണിറ്റി പീരീഡ് ആയിരുന്നു. അപ്പോൾ മെറ്റേണിറ്റി ലീവ് 6 മാസം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ OETക്ക് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ചെറുതായിരുന്നതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് എക്സാം എഴുതി കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. പിന്നെ അത് 2024 ഞാൻ എക്സാം എഴുതിയത്. അതിനുശേഷം പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. അതൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഈ അയർലൻഡിനൊക്കെ DL വാലിഡിറ്റി ഒക്കെ 1 ഇയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഇയർ ആവാറായി. ഏകദേശം ഇപ്പോൾ ഈ ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ എൻ്റെ DL അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സാം എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു 3-4 മാസത്തോളമൊക്കെ പ്രോസസ്സിങ് പിടിക്കും നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായി. ഇത് ഇത്രയും കാശ് മുടക്കി ഇത്രയും എന്താ നമ്മുടെ കുഞ്ഞിനെ പോലും ഞാൻ നോക്കാണ്ടാണ് ഈ എക്സാം പഠിക്കാനൊക്കെ ആയിട്ട് ഇരുന്നത്. എന്നിട്ട് മാതാവിന് എനിക്കിത് തന്നിട്ട് ഞാൻ ഇത്രയും കാശും ചിലവാക്കി ഒത്തിരി കടം വാങ്ങിച്ചു. ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഈ 2018 തുടങ്ങി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ എക്സാമുകൾക്കും വേണ്ടിയിട്ടും ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒരു 5-6 ലക്ഷം രൂപേൻ്റെ അടുത്ത് കടം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വീട്ടാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടുമില്ല. അപ്പോൾ കടം കൂടുന്നതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. ഞാൻ പതുക്കെ ഒരു ചെറുതായിട്ട് നിരാശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വന്ന് ഉടമ്പടി എടുത്തത്, 2025. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അന്ന് അച്ഛനെ കാണാൻ, അതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്ന് ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ വന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ DLൻ്റെ പേപ്പറൊക്കെ ആയിട്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അത് കൊടുത്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് 17-ാം തീയതി ഇൻ്റർവ്യൂ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അത് എവിടേക്കാണെന്നോ ഏത് മാസമാണെന്നോ ഇതൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അത് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞു. സെപ്റ്റംബറിൽ ഒരു അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറായി. അപ്പം അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ 17-ാം തീയതി നോക്കി, അടുത്ത 17-ാം തീയതി നോക്കി. അപ്പോൾ അവിടെ ഒന്നും അനക്കം കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല ഏപ്രിലിലേക്കും കിട്ടുമായിരിക്കും. ഏപ്രിൽ 17 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ 17-ാം തീയതി ആണല്ലോ പറഞ്ഞത്, അപ്പോൾ ഏപ്രിലിലേക്കായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ഒരു ഡെൻമാർക്കിലേക്ക് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ കുറച്ച് കാശൊക്കെ കൊണ്ടേ കൊടുത്തു. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതിലും വലിയ പകുതി വെച്ച് അതും ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്നു, ഇൻ്റർവ്യൂ വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ചിലപ്പോൾ ഇവിടെ ഈ നാട്ടിൽ തന്നെ കിടന്ന് ഈ ഉള്ള കടമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഒക്ടോബർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഖത്തറിലേക്കാണ്, അപ്പം നീ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഈ നേഴ്സായതുപോലും എനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫീൽഡൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ എളുപ്പ മാർഗ്ഗം നഴ്സിംഗ് ആണ് എന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രം. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അത്ര വലിയ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരല്ല. അപ്പം നമുക്ക് അതും ഒരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം അതിനെല്ലാത്തിനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. അപ്പം പിന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഖത്തർ, അത് എൻ്റെ സ്വപ്നത്തിൽ ഇതുവരെയും ഞാൻ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവൾ പറഞ്ഞ ഏജൻസിക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റിലാണ്. അപ്പോൾ കാലിക്കറ്റിൽ ഒക്ടോബർ 17-ാം തീയതി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ നോക്കിയപ്പോൾ 17-ാം തീയതിയാണ്, അച്ഛൻ പറഞ്ഞ 17-ാം തീയതിയാണ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് അവിടെ വരെ പോകണ്ടു എന്ന് വിചാരിച്ച് ഞാൻ ആ 17-ാം തീയതി പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് എനിക്കങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല, കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാലും അറ്റൻഡ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ തോന്നി, 17-ാം തീയതി അല്ലേ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് അല്ലേ, എന്തായാലും മാതാവും ഈശോയും എനിക്കിത് ഒരു വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവരെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് അവരോട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, ഈ 2018 തുടങ്ങി നടന്നിട്ടുള്ള ഈ തടസ്സങ്ങൾ മുഴുവനും കളയാൻ പരുവത്തിലുള്ള ഒരു വലിയൊരു എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്നൊക്കെ പറയില്ലേ, അത് അവിടെ ശരിക്കും ഞാൻ കണ്ടു. കാരണം 2 മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നു. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഡിസംബർ 20-ാം തീയതിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഡിസംബർ 20-ാം തീയതിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, ഈ കണ്ട കാലം മുഴുവൻ ഞാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഈ 2 മാസം കൊണ്ട് എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്നോട് ഈ എക്സാം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എന്നത്തേക്ക് എക്സാം ഡേറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എക്സാം ഡേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടൈമൊക്കെ വേണ്ടേ. ഇപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ അബുദാബി എക്സാമൊക്കെ ജോലി റിസൈൻ ചെയ്ത് 1 വർഷം ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് അത്രയ്ക്കുള്ളൊരു കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വലിയൊരു കഴിവുണ്ട് എന്നുള്ളത്. ഇപ്പോൾ OET ആണെങ്കിലും കുറേ വട്ടം ഞാൻ എഴുതി. അപ്പം അങ്ങനെ ഒത്തിരി പഠിച്ചിരുന്നിട്ട് എഴുതുന്ന ഒരാൾ, അപ്പം ഓടിപ്പോയി എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ആ സമയത്ത് ഡേറ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിനി ഡിലേ ആക്കാൻ കഴിയില്ല, കാരണം എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, വീട്ടിലെ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കടങ്ങൾ വരുത്തിയതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ട് വരും, ഇടയ്ക്കിടയ്ക്ക് ഒരാൾ അഡ്മിഷൻ ആവും, അത് കഴിഞ്ഞ് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആൾ അഡ്മിഷൻ ആവും, ഇത് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതെന്തായാലും നീട്ടണ്ട, എന്തായാലും മാതാവ് ഈശോയും കൂടി പറഞ്ഞിട്ടുള്ള ഡേറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും അവർ തന്നെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ആ ഡേറ്റ് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ നവംബർ 25-നുള്ള ഡേറ്റ് എക്സാം ഡേറ്റ് എടുത്തു. അപ്പം നവംബർ 25-ന് എക്സാം ഡേറ്റ് എടുത്തു. അത് ഒക്ടോബർ 25-ന് മുമ്പാണത് എടുത്തത്. അന്ന് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു. അപ്പോൾ ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് അന്ന് ഞാൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല, എനിക്ക് വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ആ ബുദ്ധിമുട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ വരുന്നത്, പക്ഷേ എനിക്ക് അടുത്ത മാസം ഈ സമയത്ത് ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പോൾ നീ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ, അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ എക്സാമിന് എന്നെ പാസ്സാക്കണം, എനിക്ക് നല്ല പേടിയുണ്ട്, ഇതിന് മുമ്പ് എഴുതിയതൊക്കെ തോറ്റതുകൊണ്ട് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അഖണ്ഡ ജപമാല കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ പിറ്റേ മാസം പോയി എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ ഒട്ടും ടൈം കിട്ടിയിട്ടില്ല, കാരണം അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മക്കൾ 2 പേരും 2 പ്രാവശ്യമായിട്ട് അഡ്മിഷനായി. അപ്പം അതെല്ലാം കൂടി എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമോ പഠിക്കാനുള്ള ടൈമോ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്യൂട്ടി, അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്ത് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് വന്നത്. എനിക്കവിടെ ഇടയ്ക്കിടയ്ക്ക് ലീവ് വരിക, ഞാൻ ലീവ് കൂടുതൽ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. ഞാനൊരു 4-5 വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് നടന്നത്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അവിടുന്ന് റിസൈൻ ചെയ്ത് പോരണം എന്നായി. പക്ഷേ റിസൈൻ ചെയ്ത് പോരണമെങ്കിൽ ഞാനിവിടെ എക്സാം പാസ്സാവാണ്ട് എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഏജൻസിക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സാം മാത്രമല്ല മെഡിക്കലും ഒരു പ്രശ്നമാണ്, മെഡിക്കലും ഫിറ്റ് ആവണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്തു. കാരണം എനിക്ക് പഠിക്കാൻ പിന്നെ അത് റിസൈൻ ചെയ്യുന്നത് നവംബർ 15-ാം തീയതിയാണ് റിസൈൻ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദിവസമുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളും വന്നു. അപ്പോൾ എനിക്ക് പഠിക്കാൻ തീരെ സമയമില്ല. കിട്ടിയ സമയത്ത് ഇത്തിരി പഠിച്ചു, ബാക്കിയൊക്കെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി, എക്സാം കഴിഞ്ഞു. അപ്പോൾ തന്നെ റിസൾട്ട് വന്നു, പാസ്സായി എന്നുള്ള റിസൾട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ അച്ഛൻ അന്ന് പറഞ്ഞ 17-ാം തീയതി അപ്പോൾ വെറുതെ അല്ലായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫെയിൽ ആവേണ്ട ഒരു എക്സാമാണ്, അത്ര വലിയ ഈസി ഒന്നും ആയിരുന്നില്ല. പണ്ട് എഴുതിയ പോലെ തന്നെയായിരുന്നു അന്നും എനിക്ക്. പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു ബേസിൽ എന്തൊക്കെയോ കുറച്ച് വ്യത്യാസം വന്നല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വന്നില്ല. എന്നാൽ പോലും ടെൻഷനോടുകൂടി നമ്മളിരുന്ന് എഴുതുമ്പോൾ നമ്മൾക്കെല്ലാം ശരിയായിട്ട് തോന്നും. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അടുത്തത് മെഡിക്കലാണ്. മെഡിക്കലിന് ഡേറ്റ് കിട്ടുന്നില്ല. അപ്പം ഇവർ പറഞ്ഞു ഇനി ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. കാരണം ഇവിടെ മുമ്പ് പോയിട്ടുള്ള കുട്ടികളിലൊക്കെ അവിടെ ചെന്നിട്ടൊരു കോമ്പിറ്റൻസി എക്സാം ഉണ്ട്. അപ്പോൾ അതിന് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ടീമിന് ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്യണം. അതും കൂടി കഴിഞ്ഞാലേ മെഡിക്കൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പാസ്സായാലും ഇനി മെഡിക്കൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഇത് വന്നു. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ടീമിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ വന്നു. അതും അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് മെഡിക്കലിനെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും പാസ്സായി.
മെഡിക്കലും എടുത്തു. മെഡിക്കലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു വിസ വന്നു എന്ന് പറഞ്ഞു. വിസ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിസ എന്നൊരു വാക്ക് കേൾക്കാൻ, അതിന് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ അഖണ്ഡ ജപമാലയ്ക്ക് 2024 അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ വന്നിരുന്നു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് എന്നാ പോകാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ അടുത്ത അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പോഴെങ്കിലും വിസ എന്നുള്ളൊരു വാക്കെങ്കിലും കേൾക്കാൻ എനിക്ക് പറ്റണേന്ന്. കാരണം അതൊരു കുറേ നാളത്തെ ഒരു ആഗ്രഹമായതുകൊണ്ട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം അഖണ്ഡ ജപമാലയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് രാവിലെ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ കൊടുക്കണം, അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ വിസ കിട്ടി. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞു, പിന്നെ എന്നോട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു December 20th അന്ന് പോകാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു, ഞാനിത് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഈ ഡിസംബർ ഇതൊക്കെ എത്രയൊക്കെ ശരിയായാലും ഇത് അടുത്ത മാസത്തേക്ക് ജനുവരിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയില്ല. അതിന് മുമ്പ് December 20th എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് 26th ആക്കിയിട്ടുണ്ട്. അപ്പം മറ്റന്നാളാണ് ഇപ്പോൾ എനിക്ക് പോകാനുള്ള ഡേറ്റ് വന്നേക്കുന്നത് അവിടെ. അപ്പം ഞാൻ ഇത്രയും നാൾ ഇതിന് മുമ്പാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം എന്നെ പ്രാർത്ഥിക്കുന്നവർ, അതായത് നന്നായി പ്രാർത്ഥിക്കുന്നവർ എന്നെ കാണുമ്പോൾ പറയുന്നത് മുഴുവൻ തടസ്സങ്ങളാണ്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയാറ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ലല്ലോ, എന്നാൽ അവർക്ക് വേണ്ടി കുർബാന എത്തിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ കുർബാന എത്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവും ഈശോയും ഞാനൊരു അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തതുകൊണ്ട് അതുവഴിയും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ പോലും നമ്മൾക്ക് ഇനിയും കടമ്പകൾ ഉണ്ടാവാം, പുതിയ സ്ഥലവും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ മറികടക്കാനുള്ള അനുഗ്രഹവും ഈശോയും മാതാവും തരുന്നതന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ പുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആരെയും തേടി പോകേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരും, മോളെ പൈസ ഉണ്ടോ, ഭക്ഷണം വാങ്ങിക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാനാണെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അധികം ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ ഞാനങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലൊന്നും അങ്ങനെ കൊണ്ടുപോയി പത്രം കൊടുക്കാറില്ല. അറിയാത്തവർക്കാണ് കൂടുതലും പത്രങ്ങൾ കൊടുക്കാറ്. ആദ്യമൊക്കെ മടിയായിരുന്നു, പിന്നീട് പക്ഷേ അത് മടി കുറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഞായറാഴ്ച കുർബാനകൾ മുടക്കുന്നൊരു പതിവ് എനിക്ക് മുമ്പുണ്ടായിരുന്നു. മടി കാരണം ഞാൻ മുടക്കാറുണ്ട്. പക്ഷേ ഇപ്പം മാക്സിമം ഞാൻ പോവാറുണ്ട്, കുർബാനകളൊന്നും മുടക്കാറില്ല. ഞായറാഴ്ചകൾ എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റാറില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തികളും. എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ തന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. ചിഞ്ചു എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ചിഞ്ചുവിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു വലിയ ജോലി സംരംഭമാണ്. മകൾക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തെ പ്രതി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് OET പല പ്രാവശ്യം ഫെയിലായ ഒരു വലിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നതും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ ഈ മകളോട് പറഞ്ഞു, ഒരു 17 എന്ന ഡേറ്റ് കൊടുത്തു. മകൾ 17 എന്ന ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു. 17-ാം തീയതി തന്നെ ഈ മകൾക്ക് കൃത്യമായി വിസയ്ക്കുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഈ മകൾക്ക് ലഭിച്ചു എന്ന് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് ഒരു ഡേറ്റ് തരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രോമിസ്, ഒരു ദർശനം നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അച്ഛൻ്റെ ആസ്തിയിൽ നിന്നാണത്. 40 വർഷത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഫലമായി ലഭിച്ചിട്ടുള്ള ആസ്തിയിൽ നിന്നാണ് ഒരു പ്രോമിസ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളിവിടെ പറയുകയുണ്ടായി, ഞാൻ പണ്ടൊന്നും അങ്ങനെ കൃത്യമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോ വെളിപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു, എനിക്കൊരു ആസ്തി ഉണ്ടാകണം. ഒരു സിവിൽ സ്കോറിന് വേണ്ടി ഈ മകൾ തുടങ്ങി വെച്ച ഒരു വലിയ പ്രാർത്ഥനാ രീതി ആവിഷ്കരിക്കപ്പെടുകയുണ്ടായി. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന അർപ്പിക്കുക എന്നുള്ളൊരു വലിയ പ്രാർത്ഥന.
നമുക്ക് നാം പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ നെടുവീർപ്പുകൾ പ്രാർത്ഥനകളായി പ്രതിഫലിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഏതെല്ലാം അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നാം കണ്ടുമുട്ടുന്നവരിലെല്ലാം എനിക്ക് കാരുണ്യം തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈശോയെ കൈമാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന റൈറ്റ് ട്രാക്കിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം ഇവിടെ വന്ന് പരീക്ഷ ബുദ്ധിമുട്ടുള്ളവരും ഹോൾ ടിക്കറ്റുമായി കാത്തിരിക്കുന്നവരെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമീപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആ ഒരു ആസ്തിയിൽ നിന്നാണ് നമുക്ക് നൽകുന്ന ഒരു വലിയ നിർദ്ദേശം. ഈശോ നമുക്ക് നൽകുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ, ഈ എഗ്രിമെൻ്റ്, ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഈ പ്രാർത്ഥനാ പദ്ധതിയിൽ നാം കരാർ വയ്ക്കുമ്പോൾ, നാം ഒപ്പുവയ്ക്കുമ്പോൾ 99+1 എന്നുള്ളത് = 100. ഈശോയ്ക്ക് 1ഉം 99ഉം ഈക്വലാണെന്ന് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിലൂടെ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ 100% വാഗ്ദാനവും നമ്മുടെ 100% പരിശ്രമവും ചേരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു 100% വിളവ് ലഭ്യമാകുന്നതെന്ന് ചിഞ്ചുവിൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാ യോഗ്യതകളെയും നാം സബ്മിറ്റ് ചെയ്ത് ഞാനൊരു 0 ആയി എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ നമ്മിലേക്ക് ഒഴുകുന്നത്, നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ലഭിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും, വിസ പ്രോസസ്സിംഗ് നടക്കുന്ന എല്ലാ മക്കൾക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി